നാളെ ഫലപ്രഖ്യാപനം. പ്രവാസികളുടെ ആവശ്യം കടലോളം. കലാ മസ്കത്ത് ക്രിക്കറ്റ് ടൂർണമെന്റ് സീ പ്രൈഡ് ജേതാക്കൾ. മഴയ്ക്കു പിന്നാലെ മരുഭൂമിയിൽ പച്ചപ്പിന്റെ വിസ്മയം. മഹൂത്തിലെ ജൂബയിൽ സഞ്ചാരികളുടെ തിരക്ക്. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. കേരളം ആരു ഭരിക്കുമെന്ന് തീരുമാനിക്കുന്ന ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പ്രവാസ ലോകത്ത് ആവേശം ഉയരുകയാണ്. നാട്ടിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ നെഞ്ചിരിപ്പിലാണ് ഗൾഫിലെ മലയാളികൾ. ചൂടേറിയ മരുഭൂമിയിലും ചർച്ചകളിൽ നിറയുന്നത് കേരള രാഷ്ട്രീയമാണ്. വോട്ടെണ്ണൽ ദിനത്തിൽ ജോലി തിരക്കുകൾക്കിടയിലും തത്സമയ ഫലങ്ങൾ അറിയാനുള്ള നെട്ടോട്ടത്തിലാണ് പ്രവാസ ലോകം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും ചായക്കടകളിലും സജീവമായിരുന്ന രാഷ്ട്രീയ ചർച്ചകൾ അതിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ്. വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും കഫേകളിലും തൊഴിലിടങ്ങളിലുമെല്ലാം ഓരോ മണ്ഡലത്തിന്റെ ലീഡുകൾ വിലയിരുത്തുന്ന തിരക്കിലാണ് അവർ. ഭരണ തുടർച്ചയോ മാറ്റമോ എന്ന വിഷയത്തിൽ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത്. പ്രവാസികളുടെ ക്ഷേമം, വിമാന ടിക്കറ്റ് നിരക്ക്, നാട്ടിലെ വികസനം തുടങ്ങിയ വിഷയങ്ങൾ മുൻനിർത്തിയാണ് പലരും നിലപാട് വ്യക്തമാക്കുന്നത്. മസ്കത്ത് ഉൾപ്പെടെയുള്ള ഒമാനിലെ വിവിധ പ്രദേശങ്ങളിൽ മലയാളി ഹോട്ടലുകളും കഫേകളും ഫലപ്രഖ്യാപനം കാണാനുള്ള പ്രധാന കേന്ദ്രങ്ങളാകും. നാടെങ്ങും പ്രവചന മത്സരങ്ങളും ഭൂരിപക്ഷ കണക്കെടുപ്പുകളുമാണ് നടക്കുന്നത്. പ്രവാസി കൂട്ടായ്മകളും സംഘടനകളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഗൂഗിൾ ഫോം വഴിയും പ്രവചന മത്സരങ്ങൾ ഒരുക്കി പ്രവർത്തകരെ സജീവമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ ചർച്ചകൾക്കപ്പുറം വാതുവെപ്പും ജയിച്ചാൽ മീശ വടിക്കലും മുടിമുറിക്കലും ഒക്കെയായി ആവേശം കൊടുമുടിയിലാണ്. ആഘോഷങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ലഡുവും പായസ വിതരണവുമാണ് പലരും ആലോചിക്കുന്നത്. ഒമാനിലെ ലേബർ ക്യാമ്പുകൾ മുതൽ ഫാമിലി പ്ലാറ്റ്ഫോമുകളിലും ടെറഫുകളിലും ഓഫീസുകളിലും സൂക്കുകളിലും ഇപ്പോൾ രാഷ്ട്രീയമല്ലാതെ മറ്റൊരു ചർച്ചയുമില്ല. മത്ര, സീബ്, സുഹാർ, നിസ്വ സൂക്കുകളിലെ കടകളിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ കൂട്ടം ചൂടേറിയ ചർച്ചകളിലാണ്. മൊബൈലിൽ തന്നെ ടെലിവിഷൻ ലൈവ് ഉള്ളത് കാരണം ഓഫീസിലായാലും കടയിലായാലും യാത്രയിൽ പോലും ചൂടുള്ള ലീഡ് അപ്പോൾ തന്നെ അറിയാനാവും. ഫലം ഏതായാലും പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഗണിക്കുന്ന സർക്കാരിനെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിന്റെ വികസനവും പ്രവാസികളുടെ പ്രശ്നങ്ങളും കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വരണമെന്നാണ് ഓരോ പ്രവാസിയുടെയും പ്രാർത്ഥന. കലാ മസ്കത്ത് സംഘടിപ്പിച്ച കോർപ്പറേറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ സീ പ്രൈഡ് LLC ജേതാക്കളായി. സിദാബ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ അൽ മാസ ഡെസേർട്ട് റണ്ണേഴ്സ് അപ്പായി. ഒമാനിൽ 8 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ രാവിലെ ആരംഭിച്ച മത്സരങ്ങൾ രാത്രി വരെ നീണ്ടുനിന്നു. വിജയികൾക്ക് സാമൂഹ്യ പ്രവർത്തകരായ നിഷാന്ത്, മനോജ് പെരിങ്ങേത്ത് എന്നിവർ ട്രോഫികൾ കൈമാറി. ഭാരവാഹികളായ ദിനേശ് ബാബു, അഭിലാഷ് ശിവൻ, സുഗതൻ, റിയാസ്, നിസാർ, ബിനു, കേശവൻ, സുബിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒമാനിൽ ന്യൂനമർദ്ദനത്തിന്റെ ഭാഗമായി ലഭിച്ച മഴയുടെ പിന്നാലെ മരുഭൂമി പച്ചയോടെ മാറിയ കാഴ്ചകൾ ശ്രദ്ധേയമാകുന്നു. അൽ വുസ്ത ഗവർണറേറ്റിലെ മഹൂദ് വിലായത്തിലുള്ള ജൂബ പ്രദേശമാണ് ഇപ്പോൾ പ്രകൃതി സ്നേഹികളുടെ പ്രധാന ആകർഷണ കേന്ദ്രം. മസ്കത്ത് അടക്കമുള്ള മറ്റ് ഗവർണറേറ്റുകളിൽ നിന്നും നിരവധി പേരാണ് മരുഭൂമിയിലെ വസന്തം കാണാൻ മഹൂത്തിലെത്തുന്നത്. വരണ്ട മണൽക്കൂനകൾക്ക് പകരം പച്ചപ്പുള്ള പുൽമേടുകൾ കണ്ണെത്താ ദൂരത്തോളം പടർന്നു കിടക്കുകയാണ്. പുൽമേടുകൾ പ്രദേശത്തെ കന്നുകാലികൾക്കും മികച്ച മേച്ചിൽപ്പുറമായി മാറിയിട്ടുണ്ട്. അപൂർവ സസ്യങ്ങളും ചെറുപൂക്കളും പ്രദേശത്തിന് പുതുജീവൻ നൽകുന്നു. കുടുംബസമേതം സന്ദർശകരും ഫോട്ടോഗ്രാഫർമാരും ട്രാവൽ ബ്ലോഗർമാരും വലിയ തോതിൽ ഇവിടെ എത്തുന്നുണ്ട്. പ്രകൃതി സൗന്ദര്യം നിലനിർത്താൻ സന്ദർശകർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പരിസ്ഥിതിക്ക് ഹാനികരമാവുന്ന പ്രവർത്തനങ്ങൾ ഒഴിവാക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. ഒമാനിൽ പ്രവാസി വെൽഫെയർ സെലാലയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. അടുത്ത 2 വർഷത്തേക്കുള്ള കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. സെലാല ഐഡിയൽ ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിന് വെൽഫെയർ പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം നേതൃത്വം നൽകി. പ്രസിഡന്റായി അബ്ദുള്ള മുഹമ്മദ് തെരഞ്ഞെടുക്കപ്പെട്ടു. ജനറൽ സെക്രട്ടറിമാരായി വഹീദ് ചേതമംഗലൂർ, തസ്രീന ഗഫൂർ എന്നിവരും ട്രഷററായി സബീർ PTയും ചുമതലയേറ്റു. വൈസ് പ്രസിഡന്റുമാരായി സജീബ് ജലാൽ, രവീന്ദ്രൻ നെയ്യാറ്റിൻകര, സാജിദ ഹഫീസ് എന്നിവരെയും തെരഞ്ഞെടുത്തു. വിവിധ വകുപ്പുകളുടെ ചുമതലയുള്ള സെക്രട്ടറിമാരായി ആരിഫ പൊന്നാനി, K സൈനുദ്ദീൻ, ഫഹദ് സലാം, മുസ്തഫ പൊന്നാനി, അയ്യൂബ് വാലിയിൽ, കബീർ കണമല, മുംതാസ് റജീബ് എന്നിവരെയും വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായി ഡോക്ടർ ഷാജിദ്, ഉസ്മാൻ കളത്തിങ്കൽ, ഫറാഷ് BK, ബാസിൽ എന്നിവരെയും ഉൾപ്പെടുത്തി. ജനറൽ ബോഡി യോഗത്തിൽ കഴിഞ്ഞ കാലയളവിലെ റിപ്പോർട്ടും കണക്കുകളും അവതരിപ്പിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം.
ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.